ആദ്യ കാഴ്ചയിൽ ഉരുൾപൊട്ടലിന് ശേഷമുള്ള ഏതോ പ്രദേശത്തിന്റെ ദൃശ്യമാണെന്ന് തോന്നും. എന്നാൽ ഇതങ്ങനെയല്ല. അനധികൃത പാറക്വാറി നിർമ്മാണം ഒരുപാട് കർഷകരുടെ സ്വപ്നങ്ങളിൽ കല്ലും മണ്ണും വാരിയിട്ട കാഴ്ചയാണ്. തേമാമൂട് പുല്ലമ്പാറ പഞ്ചായത്തിലെ 50 ഏക്കറോളം വരുന്ന കുളപ്പുറം പാടശേഖരത്തിന്റെ ഒരു ഭാഗത്തേക്കാണ് കഴിഞ്ഞ മഴയിൽ മണ്ണും കല്ലും ഇടിഞ്ഞത്. സമീപത്തെ പാറക്വാറി നിർമ്മാണത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ടിരുന്ന മണ്ണും പാറയും ഒലിച്ചിറങ്ങിയെന്നാണ് പരാതി. 50 ഏക്കറിലധികം നെൽകൃഷിയും മലക്കറി കൃഷിയൊക്കെ ചെയ്ത് പുല്ലമ്പാറ പഞ്ചായത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിളവെടുക്കുന്ന സ്ഥലമാണ്. എല്ലാ കർഷകരും മാനസികമായി ബുദ്ധിമുട്ടിലാണ്, വളരെ വേദനയോട് ജീവിക്കുകയാണ്. ഇന്നലത്തെ ഒരു പ്രയാസം താങ്ങാൻ കഴിയാത്ത വേദനയാണ്. ഇതിനുള്ള പരിഹാരം കാണാൻ ഗവൺമെന്റും അധികാരികളും പ്രത്യേകം ശ്രദ്ധിക്കണം. പാറക്കോറിയുടെ നിർമ്മാണം അനുമതിയില്ലാതെയാണെന്ന് പുല്ലമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ്. പുല്ലമ്പാറ എന്ന പാടശേഖരത്തെയും ഈ പ്രദേശത്തെയും പൂർണ്ണമായി നശിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പം നടക്കുന്നത്. നാളിതുവരെയായിട്ട് ഭരണസമിതി അങ്ങനെ ഒരു അനുമതി കൊടുത്തിട്ടില്ല. നിലവിലുള്ള നിയമപ്രകാരം ഭരണസമിതിക്ക് അനുമതി കൊടുക്കാനും കഴിയില്ല. പക്ഷെ അതിനേക്കാൾ പ്രധാനം എന്ന് പറയുന്നത് ഭരണസമിതി മാത്രമല്ല, പുല്ലമ്പാറ പഞ്ചായത്തിലെ സെക്രട്ടറി പോലും അനുമതി നിഷേധിച്ച ഒരു ക്വാറിയാണ് വരാൻ പോകുന്നത്. ഉരുൾപൊട്ടലിന് സമാനമായ അവസ്ഥയിലായിരുന്നെന്നും പ്രദേശത്ത് വീടുകളില്ലാതിരുന്നത് ഭാഗ്യമായെന്നുമുള്ള ആശ്വാസത്തിലാണ് ജനങ്ങൾ. ക്വാറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞില്ലെങ്കിൽ പാടശേഖരം മുഴുവൻ നശിക്കുമെന്ന ആശങ്കയിലാണ് പാടശേഖര സമിതി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.